തൃശൂർ പീച്ചിയിൽ ഭൂമിക്കടിയിൽ ഒരു ചെറിയ മുഴക്കം. വൈകിട്ട് 6 മണിയോടെ പീച്ചി ഡാമിന് സമീപത്താണ് മുഴക്കം കേട്ടത്. നാശനഷ്ടമോ പരിക്കുകളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഷബാസ് അഹമ്മദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷബാസ് അഹമ്മദ്, ഇത് തോന്നിയതായിരിക്കുമോ അതോ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചോ? ഭൂചലനമൊക്കെ ആണെങ്കിൽ റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തേണ്ടതാണ്. എന്നാൽ അത്ര ആഘാതമുണ്ടാക്കുന്ന ചലനമോ ഒന്നുമല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് അങ്ങനെ ഒരു ശബ്ദം കുറച്ചധികം ആളുകൾ കേട്ടതാണോ? അരുൺകുമാർ, ഇന്ന് വൈകുന്നേരം 6 മണിയോടെയാണ് തൃശൂർ ജില്ലയിലെ പീച്ചി ഡാമിനോട് ചേർന്നുള്ള പ്രദേശത്ത് ഇത്തരത്തിലൊരു മുഴക്കം പ്രകമ്പനം കേട്ടു എന്ന് നാട്ടുകാർ പറയുന്നത്. ഈ ഭൂമിക്കടിയിൽ നിന്നൊരു പ്രകമ്പനം കേട്ടു എന്നാണ് ഈ പീച്ചിയിലെ നാട്ടുകാർ പറയുന്നത്. പീച്ചി ഡാമിനോട് ചേർന്നുള്ള തെക്കേക്കുളം, ജണ്ടമുക്ക് തുടങ്ങിയ പ്രദേശങ്ങളിലെ നാട്ടുകാരാണ് ഇത്തരത്തിൽ ഒരു പ്രകമ്പനം കേട്ടു എന്ന് ഈ പഞ്ചായത്തിലെയും മറ്റു ഉദ്യോഗസ്ഥരെയും ഒക്കെ വിളിച്ച് അറിയിച്ചിരിക്കുന്നത്. അതായത് നിമിഷ നേരങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രകമ്പനം, ഭൂമിക്കടിയിൽ നിന്ന് ഒരു മുഴക്കവും ചലനവും പോലെ തോന്നിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരുപക്ഷെ ഇതൊരു നേരിയ ഭൂചലനം, തീവ്രത കുറഞ്ഞൊരു ഭൂചലനം ആകാമെന്നൊരു സാധ്യതയാണ് ഇപ്പോൾ ആളുകൾ കാണുന്നത്. അത്തരത്തിലുള്ള ഒരു അറിയിപ്പുകളാണ് പലയിടത്തു നിന്നും വരുന്നത്. പക്ഷേ ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം ആ പ്രദേശത്തുള്ള മെമ്പർമാരും അല്ലെങ്കിൽ നാട്ടുകാരും ഒക്കെ അവരെയൊക്കെ അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിലാണ്, ഒരു ആശങ്കപ്പെടുത്തേണ്ട സാഹചര്യമില്ല. ചിലപ്പോൾ ഒരു തീവ്രത കുറഞ്ഞൊരു ഭൂചലനമാകാം, നേരിയ തോതിലുള്ള ഭൂചലനമായതുകൊണ്ട് തന്നെ അത് റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്താൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇനി കൂടുതൽ പരിശോധനകൾ ആ പ്രദേശം കേന്ദ്രീകരിച്ച് നടക്കേണ്ടതുണ്ട്. ഇന്ന് വൈകുന്നേരം 6 മണിയോടെയാണ് പീച്ചി ഡാമിനടുത്തുള്ള ഒരു പ്രദേശത്ത് ഭൂമിക്കടിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ കേട്ടത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. ഷബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.